ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വിശകലനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അവിശ്വസനീയമായൊരു സൈനിക ഓപ്പറേഷനെക്കുറിച്ചാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖല, എവിടെ നോക്കിയാലും കാവൽ, എപ്പോഴും പ്രവർത്തന സജ്ജമായ പ്രതിരോധ സംവിധാനങ്ങൾ, ഒരു ഈച്ച പോലും കടക്കില്ലെന്ന് ഉറപ്പുള്ള ഒരിടം. പെട്ടെന്നൊരു ദിവസം ആകാശത്തു നിന്ന് തീഗോളങ്ങൾ പോലെ മിസൈലുകൾ വന്ന് പതിക്കുകയാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ, ഒരു സൂചന പോലുമില്ലാതെ. ആ അവിശ്വസനീയമായ ആക്രമണത്തിന്റെ വാർത്ത കേട്ട് ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറച്ചുപോയി. അപ്പോൾ സ്വാഭാവികമായും ഒരൊറ്റ ചോദ്യമേ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നുള്ളൂ: ഇതെങ്ങനെ സാധിച്ചു? ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുല്ല ഖമനേയി, പിന്നെ രാജ്യത്തിന്റെ പ്രതിരോധം മുഴുവൻ നിയന്ത്രിക്കുന്ന അതിശക്തരായ സൈനിക മേധാവികൾ, ഇവരെല്ലാവരും ഒരൊറ്റ കൃത്യമായ ആക്രമണത്തിൽ എങ്ങനെ ഇല്ലാതായി? ആ ചോദ്യം എല്ലാവരുടെയും ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഈ ഞെട്ടിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് മാസങ്ങൾ നീണ്ട അതീവ രഹസ്യമായ ചില ഒരുക്കങ്ങളിലാണ്. ഇതിൻ്റെയെല്ലാം തുടക്കം CIA-യുടെ ക്ഷമയോടെയുള്ള വളരെ നിശബ്ദമായ ഒരു വിവരശേഖരണത്തിൽ നിന്നായിരുന്നു. മാസങ്ങളോളം CIA ഒരു നിഴലിനെ പോലെ ഇറാന്റെ ഉന്നത നേതാക്കളെ പിന്തുടർന്നു. ആയത്തുള്ള ഖമേനിയുടെ ഓരോ ചലനവും, ഓരോ സംഭാഷണവും, ഓരോ മീറ്റിംഗും അവർ രഹസ്യമായി നിരീക്ഷിച്ചു. ഇതൊരു സാധാരണ നിരീക്ഷണമായിരുന്നില്ല കേട്ടോ, ഒരു വലിയ നിഴൽ ഓപ്പറേഷൻ തന്നെയായിരുന്നു അത്. CIA-യുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. ഈ നേതാക്കളുടെ നീക്കങ്ങൾ മാത്രമല്ല, അവരുടെ ചിന്തകൾ പോലും മനസ്സിലാക്കുക. അവരുടെ ശീലങ്ങൾ, രഹസ്യമായി ഉപയോഗിക്കുന്ന താവളങ്ങൾ, ബലഹീനതകൾ, ഇതെല്ലാം ചേർത്തുവെച്ച് ഒരു സമ്പൂർണ്ണ ചിത്രമുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. കാരണം ആ ചിത്രത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വിള്ളൽ കണ്ടെത്താൻ കഴിയുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആഴ്ചകൾ നീണ്ട ഡേറ്റ അനാലിസിസിനൊടുവിൽ ആ വിവരങ്ങളുടെ കൂമ്പാരത്തിനിടയിൽ നിന്ന് അവർ ആ വിള്ളൽ കണ്ടെത്തി. ഒരവസരം, അത് പതിയെ തെളിഞ്ഞു വന്നു. ഇരുട്ടിൽ മറഞ്ഞിരുന്നൊരു പദ്ധതിക്ക് അവിടെ ജീവൻ വെച്ചു. അതെ, അതായിരുന്നു അവരുടെ പ്ലാൻ എ. ആ പദ്ധതി ഇതായിരുന്നു: ഇറാൻ ഒരു ഇരുട്ടടി കൊടുക്കുക. അതായത് ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് രാത്രിയുടെ മറവിൽ ഒരു മിന്നലാക്രമണം നടത്തുക. പക്ഷേ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു എന്ന് കരുതിയ ആ നിമിഷം ഒരു ഫോൺ കോൾ വന്നു. ആ ഒരൊറ്റ രഹസ്യ വിവരം മതിയായിരുന്നു അതുവരെ തയ്യാറാക്കിയ എല്ലാ പദ്ധതികളും തല കീഴായി മറിയാൻ. അവർക്കെല്ലാം ആദ്യം മുതൽ ചിന്തിക്കേണ്ടി വന്നു. ആ നിർണായകമായ വിവരം ഇതായിരുന്നു: വരുന്ന ശനിയാഴ്ച രാവിലെ ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് ഇറാന്റെ ഏറ്റവും ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഒരു അതീവ രഹസ്യ യോഗം ചേരുന്നുണ്ട്. അതും എവിടെയാണെന്നോ? പ്രസിഡന്റിന്റെ ഓഫീസും ഖമനേയുടെ ആസ്ഥാനവുമൊക്കെയുള്ള അതേ അതീവ സുരക്ഷാ മേഖലയിൽ. പോരാത്തതിന് ഖമനേയും തൊട്ടടുത്ത് തന്നെ ഉണ്ടാകുമെന്നും വിവരം കിട്ടി. ഇതൊരു സാധാരണ അവസരമായിരുന്നില്ല, ഇതൊരു സുവർണ അവസരമായിരുന്നു. ഇതോടെ അവർ ഒരു നിർണായക തീരുമാനമെടുക്കേണ്ട ഘട്ടത്തിലെത്തി. രാത്രിയുടെ മറവിലെ സുരക്ഷിതമായ ആക്രമണം ഉപേക്ഷിച്ചിട്ട് പകൽ വെളിച്ചത്തിൽ ലോകം മുഴുവൻ കാൺകെ ഒരു അതിസാഹസികമായ ഓപ്പറേഷന് മുതിരണോ? അപകട സാധ്യത 10 മടങ്ങായിരുന്നു, സംശയമില്ല. പക്ഷെ വിജയിച്ചാൽ കിട്ടുന്ന നേട്ടം അതിലും എത്രയോ വലുതായിരുന്നു. ഇറാന്റെ മുഴുവൻ നേതൃത്വത്തെയും ഒന്നിച്ച് ഇല്ലാതാക്കാൻ കഴിയും. ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് കിട്ടിയപ്പോൾ അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഇറാന്റെ ഏറ്റവും ശക്തമായ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ തലവൻ മുഹമ്മദ് പാക്കൂർ, രാജ്യത്തിന്റെ സ്വന്തം പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദി, മിലിറ്ററി കൗൺസിലിന്റെ തലവൻ അഡ്മിറൽ അലി ഷംഖാനി, പിന്നെ ഇറാന്റെ മിസൈൽ പ്രതിരോധത്തിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന സയ്യിദ് മജീദ് മൂസാവി, രാജ്യത്തിന്റെ രഹസ്യങ്ങളുടെ കാവൽക്കാരനായ ഡെപ്യൂട്ടി ഇന്റലിജൻസ് മന്ത്രി മുഹമ്മദ് ഷിറാസി. ചുരുക്കി പറഞ്ഞാൽ ഇറാന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ നെടുന്തൂണുകളായ എല്ലാവരും ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ വരികയാണ്. ഇങ്ങനെയൊരു അവസരം ഇനി ഒരിക്കലും കിട്ടില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അപ്പോ ലക്ഷ്യങ്ങൾ ഉറപ്പിച്ചു, പുതിയ പദ്ധതി തയ്യാറായി. ഇനി ഒരു നിമിഷം പോലും കളയാനില്ല. ഓപ്പറേഷനുള്ള കൗണ്ട്ഡൗൺ തുടങ്ങി. ഓരോ നിമിഷവും ഇനി നിർണായകമാണ്. ഇസ്രയേൽ സമയം രാവിലെ 6 മണി. സൈനിക താവളങ്ങളിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ ആകാശത്തേക്ക് കുതിച്ചുയർന്നു. ദീർഘദൂര മിസൈലുകളുമായി അവ ടെഹ്റാൻ ലക്ഷ്യമാക്കി പറന്നു. കൺട്രോൾ റൂമിൽ എല്ലാവരും ഓരോ മിനിറ്റും ശ്വാസമടക്കി പിടിച്ചു കാത്തിരുന്നു. കൃത്യം 2 മണിക്കൂറും 5 മിനിറ്റും അത്രയും സമയം വേണ്ടിവന്നു ആ വിമാനങ്ങൾക്ക് ശത്രുരാജ്യത്തിന്റെ ഹൃദയഭാഗത്തെത്താൻ. ഇറാൻ സമയം രാവിലെ 9:40 ആയപ്പോൾ ആ ഉന്നതതല യോഗം നടക്കുന്ന ഗവൺമെന്റ് കോമ്പൗണ്ടിലേക്ക് മിസൈലുകൾ ഒരു തീമഴയായി പതിച്ചു. ആക്രമണം കഴിഞ്ഞു. പക്ഷേ ലോകം അപ്പോഴും കാര്യം എന്താണെന്നറിയാതെ ഇരുട്ടിലായിരുന്നു. ചില കോഡഡ് മെസ്സേജുകൾ കൈമാറപ്പെട്ടു. എന്താണ് സംഭവിച്ചതെന്ന് ലോകം പതിയെ തിരിച്ചറിയാൻ തുടങ്ങുകയായിരുന്നു. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ടെല്ലവീവിലെ കൺട്രോൾ റൂമിലേക്ക് ഒരു രഹസ്യ സന്ദേശമെത്തി. പിന്നീട് പുറത്തുവന്ന ആ സന്ദേശത്തിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്: ഇന്ന് രാവിലെ ടെഹ്റാനിൽ ആക്രമണം നടത്തി. ഒരിടത്ത് ഇറാന്റെ ഉന്നത വ്യക്തികൾ ഒത്തുകൂടിയിരുന്നു. വളരെ സിമ്പിളായ ഒരു മെസ്സേജ്. പിന്നീട് നടന്നത് ഒരു ഇൻഫർമേഷൻ വാറായിരുന്നു.
ആദ്യം ഇസ്രായേലി മാധ്യമങ്ങൾ ചില സൂചനകൾ നൽകി തുടങ്ങി. ഇറാൻ ഉടൻ തന്നെ അത് നിഷേധിച്ചു. ഖമനേയി സുരക്ഷിതനാണെന്നും ഉടൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നും അവർ പ്രഖ്യാപിച്ചു. ആരെ വിശ്വസിക്കണമെന്നറിയാതെ ലോകം ആശയക്കുഴപ്പത്തിലായ നിമിഷം. എന്നാൽ രാത്രിയോടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആ വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അതോടെ ഖമനേയി കൊല്ലപ്പെട്ടുവെന്ന സത്യം സമ്മതിക്കുകയല്ലാതെ ഇറാന് വേറെ വഴിയില്ലായിരുന്നു. ഈ ഒരു സംഭവം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വയ്ക്കുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ മുഴുവൻ ഒരൊറ്റ പ്രഹരത്തിൽ തകർക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് സുരക്ഷ? ലോകത്തിന്റെ അധികാര സമവാക്യങ്ങളെ അതെങ്ങനെയായിരിക്കും മാറ്റിമറിക്കുക? ഇനി എന്തൊക്കെയാവും സംഭവിക്കുക? ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഇനിയും കാണാനിരിക്കുന്നതേയുള്ളൂ. ഇന്നത്തെ വിവരണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. കണ്ടതിന് നന്ദി. സ്റ്റേ ട്യൂൺഡ്.